നമസ്കാരം, ഇത് ഐബിൻ മലയാളം. സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ 12 പത്രങ്ങൾക്ക് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോട്ടീസ്. മലയാള മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, മാധ്യമം, മംഗളം, ദീപിക, ജന്മഭൂമി അടക്കം 12 പത്രങ്ങൾക്കാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോട്ടീസ്. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന ഫ്രണ്ട് പേജിൽ വാർത്ത എന്ന വിധം പ്രസിദ്ധീകരിച്ച പരസ്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കണ്ടാണ് നടപടി. നോട്ടീസിന് 14 ദിവസത്തിനുള്ളിൽ പത്രങ്ങൾ രേഖാമൂലം മറുപടി നൽകണം. 2025 ജനുവരി 24 വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പത്രങ്ങളിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. 2050 പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവനയാണ് പേജിൽ നിറഞ്ഞു നിന്നത്. ദേശാഭിമാനി ഒഴികെ എല്ലാ മലയാള പത്രങ്ങളും ജാക്കറ്റ് പേജിൽ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന ലീഡ് വാർത്തയിൽ ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയുടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചതിനെ തുടർന്നുള്ള വാർത്ത വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്ത ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചത് മാധ്യമ ധാർമ്മികതയുടെ ലംഘനമാണെന്ന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നോട്ടീസിൽ വ്യക്തമാക്കി. ജനുവരി 24 ഈ മലയാള പത്രങ്ങൾ 1-ാം പേജിൽ പൂർണ്ണ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ച് വായനക്കാരെ വിഡ്ഢികളാക്കിയത്. വിവിധ വിഷയങ്ങളിൽ വാർത്താരൂപത്തിലുള്ള സാങ്കല്പിക കഥകളായിരുന്നു 1-ാം പേജിൽ. സ്വകാര്യ സർവകലാശാലയുടെ മാർക്കറ്റ് റീച്ചിൽ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നും മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്നുമൊക്കെയുള്ള തലക്കെട്ടുകളോടെയായിരുന്നു വാർത്ത. ഫെബ്രുവരി 1 മുതൽ പേപ്പർ കറൻസി വഴിയുള്ള പണമിടപാട് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതാണെന്നും ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാകൂവെന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു. 1978 പ്രസ് കൗൺസിൽ നിയമത്തിന്റെ 14-ാം ഉപവകുപ്പ് പ്രകാരമാണ് നോട്ടീസ്. നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് 2 ആഴ്ചക്കകം രേഖാമൂലം നൽകണമെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം.